അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഷമ്മാസിന്റെ ഷോപ്പിന് മുമ്പിൽ അതാ ഒരു ആഡംബര കാർ വന്ന് നിർത്തുന്നു. ഷോപ്പിലുള്ളവരെല്ലാം ആകാംക്ഷയോടെ അങ്ങോട്ട് നോക്കി. ആരാണത്? പെട്ടെന്ന് അതിൽ നിന്ന് സുന്ദരിയായ ഒരു പെണ്ണതാ ഇറങ്ങുന്നു. അപ്പോഴേക്കും കാറിന്റെ ഇടുക്കി ഓപ്പൺ ആയിരുന്നു. ആ പെണ്ണ് അതിൽ നിന്ന് വലിയൊരു ബോക്സ് എടുക്കുന്നു. കാർ ലോക്ക് ചെയ്ത് നേരെ അതാ ഷമ്മാസിന്റെ ഷോപ്പിലേക്ക്. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി. സാധാരണക്കാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള വിലപിടിപ്പുള്ള വസ്ത്രമാണ് അവൾ ധരിച്ചിരിക്കുന്നത്. നേരെ ഷമ്മാസിന്റെ ഷോപ്പിന് മുമ്പിലേക്ക് എത്തിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഡോർ ഓപ്പൺ ആകുന്നു. വളരെയധികം നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ആ ടോപ്പ് കൗണ്ടറിൽ ആ ഒരു ബോക്സ് കൊണ്ടുവന്ന് വെച്ചു. ഇറ്റ് ഈസ് മൈ ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. വളരെയധികം വലിയ രീതിയിലുള്ള ഒരു കേക്കായിരുന്നു അതിലുള്ളത്. ഒരു നിമിഷം ഷമ്മാസ് എന്ത് ചെയ്യണം എന്നറിയാതെ സ്തംഭിച്ച് നിൽക്കുകയാണ്. കൂടെയുള്ള സ്റ്റാഫ് പറഞ്ഞു, അവൾ ഇന്നലെ വന്ന കസ്റ്റമറാണ്, ഇന്ന് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ വിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പോയിരുന്നു. പക്ഷെ ബോസ് അത് വല്ലത് പിടിച്ചിട്ടില്ല. ആ കേക്ക് അവൾ തന്നെ കട്ട് ചെയ്ത് അതാ ഷമ്മാസിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു നിമിഷം ഷമ്മാസ് ഒഴിഞ്ഞു മാറി. പക്ഷേ ഭക്ഷണമല്ലേ, നമ്മൾ ഒരാൾ തരുമ്പോൾ ഒരിക്കലും അത് തട്ടിത്തെറിപ്പിക്കാൻ പാടില്ലല്ലോ എന്ന് കരുതി മാന്യമായി അവൻ കൈകൾ നീട്ടി. ആ കേക്കിൻ്റെ കഷ്ണം അവൾ കയ്യിൽ വെച്ച് കൊടുത്തു. അവനത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് കഴിച്ചു. ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും അവളത് കട്ട് ചെയ്ത് കൊടുത്തു. എല്ലാവരും വിഷ് പറഞ്ഞു. മേഡം, എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. അതിലൊരുത്തൻ ചോദിച്ചു. എൻ്റെ പേര് മുംതാസ്. ഹാപ്പി ബർത്ത്ഡേ മുംതാസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അവൾക്ക് വിഷ് ചെയ്തു. ഷമ്മാസ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒരിക്കൽ കൂടി അവൾ ഷമ്മാസിൻ്റെ അടുക്കലെത്തി. ഷമ്മാസ്, എന്തു പറ്റി? ആകെ മൂഡ് ഓഫ് ആണല്ലോ. ഇന്നലെ കണ്ടതുപോലെ ഒന്നല്ലല്ലോ ഇന്ന്. എന്തു പറ്റി ഷമ്മാസ്? അങ്ങനെ ഒരു പെണ്ണ് അവൻ്റെ അടുക്കിലേക്ക് വരുന്നതും അവൻ്റെ വായിലേക്ക് കേക്ക് വെച്ച് കൊടുക്കുന്നതും ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന സംഭവമായതുകൊണ്ട് തന്നെ ഷമ്മാസിന് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുവാനും പറ്റിയില്ല. അതുകൊണ്ടാണ് അവൻ കേക്ക് വാങ്ങാൻ വേണ്ടി കൈകൾ നീട്ടിയത്. അല്ലെങ്കിൽ നേരെ വായിലേക്ക് വെച്ച് തന്നിരുന്നു. ഹേയ്, അത് വേണ്ട, അത് ശരിയാവില്ല. പഠിച്ചോനെ, എന്തൊക്കെയാണ് കാണേണ്ടത്, എന്തൊക്കെ കേൾക്കണം, കാണണം. എല്ലാവരോടുമായി അവൾ ചിരിച്ച് സംസാരിച്ച് കൈകൾ കൊടുത്തു. ഷമ്മാസിൻ്റെ നേരെ ഹാൻഡ് ഷേക്കിന് വേണ്ടി വന്ന അവൾ പക്ഷെ ഷമ്മാസ് കൈ കൊടുത്തില്ല. അതിനു പകരം ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് കാണിച്ചു. കേക്കിൻ്റെ പകുതി ഭാഗം അവിടെ തന്നെയുണ്ട്. അത് സ്റ്റാഫിനോട് പറഞ്ഞു, എല്ലാവർക്കും ഒന്ന് കൊടുത്തോളിട്ടോ എന്ന് പറഞ്ഞ് അതാ മുംതാസ് ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നു. ഒരിക്കൽ കൂടി ഷമ്മാസിനെ അവൾ തിരിഞ്ഞു നോക്കി. ഷമ്മാസ്, നീ മാത്രം എന്നെ വിഷ് ചെയ്തില്ല കേട്ടോ, എല്ലാവരും ചെയ്തു. ഷമ്മാസ് ഒരു ചെറുപുഞ്ചിരി എങ്ങനെയൊക്കെയോ ചുണ്ടിൽ വരുത്തി. സത്യം പറഞ്ഞാൽ അവന് എല്ലാം കൂടി കണ്ട് ആകെ ഒരു ഞെട്ടലായിരുന്നു. അവൾ പെട്ടെന്ന് ഷോപ്പിൽ നിന്ന് അതാ ഇറങ്ങിപ്പോവുകയാണ്. അവൾ പോകുമ്പോൾ അവളുടെ ഡ്രസ്സിൽ പുരട്ടിയ പരിമളം അവിടെ ആകെ പരന്നിരുന്നു. ശരിക്കും അവരെല്ലാവരും അത് ആസ്വദിക്കുന്നു. പെട്ടെന്ന് വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അവൾ എങ്ങോട്ടോ പോകുന്നു. ഒരു നിമിഷം അതെല്ലാവരും നോക്കുന്നു. എത്ര പെട്ടെന്നാണ്, ഒരു പെണ്ണാണല്ലോ, ആ പെണ്ണ് എത്ര പെട്ടെന്നാണ് കാർ ഓടിച്ചുകൊണ്ട് പോയത്, ഒരു പേടിയുമില്ലാതെ. ബോസ്, ഇതാ നോക്ക്, ഇത് അവളുടേതല്ലേ? ഒരു നിമിഷം ഷമ്മാസ് അങ്ങോട്ട് നോക്കി. ഇത് മുംതാസിൻ്റെ ഫോണല്ലേ? അത്രയ്ക്കും വിലപിടിപ്പുള്ള ഫോണാണല്ലോ, ഇതിൻ്റെ ഒരു വെയിറ്റ് നോക്കിയേ. ബോസ്, ഇത് കണ്ടോ, സാധാരണ ഫോണല്ല, പ്രത്യേകമായി ഓർഡർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, നമ്മൾ ഷോപ്പിലൊന്നും ഈ ഐറ്റംസ് ഇല്ല, നോക്കിക്കേ, ഇതിൻ്റെ ഈ ഭാഗമൊക്കെ ഗോൾഡാണെന്ന് തോന്നുന്നു. ഷമ്മാസ് അതൊന്ന് വാങ്ങി നോക്കി. അവൻ ഒന്ന് മൂളി. അവിടെ വെച്ചേക്ക്, വരുമ്പോൾ എടുത്ത് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, ഷമ്മാസ് അതൊന്നും മൈൻഡ് ചെയ്തതേയില്ല. സ്റ്റാഫുകൾ ശരിക്കും പറഞ്ഞു, സത്യത്തിൽ അവൾ ആരാണ് എനിക്കറിയുന്നില്ല. അല്ലെങ്കിലും അങ്ങനെ അത്ര പണക്കാരികളായ പെണ്ണുങ്ങൾ പിന്നെ എന്തിനാ ഈ ഒരു കോളേജിലേക്ക് എൻട്രൻസിന് വേണ്ടി പഠിക്കാൻ വരുന്നു? നേരിട്ട് MBBS ജോയിൻ ആയ പോരെ, അത്ര ക്യാഷിലായ ആളുകൾ. സ്റ്റാഫുകൾ അങ്ങനെ പല അഭിപ്രായങ്ങളും പറയുന്നു. അതിൽ ഷമ്മാസ് പറഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട, ഫോണ് വരുമ്പോൾ എടുത്ത് കൊടുത്തേക്ക്. അങ്ങനെ പല ആളുകളും ഉണ്ടാവും എന്ന് കരുതിയിട്ട് നമ്മൾ. ഒരു നിമിഷം ഷമ്മാസ് വിചാരിക്കുന്നു, ആ ഫോൺ കരുതി കൂട്ടിക്കൊണ്ട് അവളവിടെ വച്ചിട്ട് പോയതാണോ എന്നുവരെ അവൻ ആ ഭാഗത്തേക്കൊന്നും ചിന്തിച്ചതുമില്ല. എന്നാൽ സ്റ്റാഫുകൾക്കൊക്കെ അവളെക്കുറിച്ച് മാത്രമായിരുന്നു സംസാരം. എന്താലേ, അവളാണ് പെണ്ണ്, എത്ര പെട്ടെന്നാണ് ആ കാർ എടുത്ത് പോയത്. നമ്മളൊക്കെ ഇങ്ങനെ റിവേഴ്സ് കിടക്കുമ്പോൾ പേടിച്ച്
അങ്ങനെ ഒരു നിമിഷം എന്തായാലും ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഇത് എത്ര കൂളായിട്ടാണ്. സത്യം പറഞ്ഞുള്ള ആരാണ് നമ്മളെ നാട്ടിലുള്ളതെന്നല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോഴിതാ ആ കാർ തിരിച്ചു വരുന്നു. പക്ഷെ ഷമ്മാസിന്റെ ഷോപ്പിന്റെ ഭാഗത്തേക്കല്ല കാറ് വന്നത്, ആ നേരെ അവളുടെ ക്യാമ്പസിലേക്കാണ് പോയത്. അന്ന് അതെ മുംതാസിന്റെ ബർത്ത്ഡേ പാർട്ടിയായിരുന്നു അവിടെ. എല്ലാവർക്കും ഉള്ള ഫുഡും കേക്കും എല്ലാം അവൾ കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൾ വലിയൊരു ഹീറോയായി മാറി ക്യാമ്പസിലെ. അവൾക്ക് ചുറ്റുമായി തോഴുമാരെ പോലെ ഒരുപാട് പെൺകുട്ടികൾ. സ്റ്റാഫുകളെല്ലാം അവളെക്കുറിച്ച് പറയുന്നു. മൊത്തത്തിൽ കോളേജിൽ തന്നെ അവളെക്കുറിച്ച് അങ്ങനെയുള്ള അഭിപ്രായമാണ്. വലിയ പണക്കാരത്തിയാണ്, വലിയത് ബിസിനസ്സുകാരൻ്റെ മോളോ അങ്ങനത്തൊക്കെ തോന്നുന്നുണ്ട്. അതിലൊരു കുട്ടി പറഞ്ഞു, അവരിപ്പോൾ താമസിക്കുന്നത് ഏകദേശം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അതായത് അവർക്ക് കൊച്ചിയിലൊക്കെ വലിയ ഫ്ലാറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ള ടീമാണ്. ഒരുപാട് കാലം വിദേശത്തൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഇവിടെയാണ്. പക്ഷേ അവളുടെ കല്യാണമൊക്കെ നോക്കുന്നുണ്ട്. ആരൊക്കെയോ എത്രയോ കോടീശ്വരന്മാർ കാണാൻ വരുന്നുണ്ട്. പക്ഷേ അവൾക്കാരെയും പറ്റുന്നില്ല. അങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ ആളുകളൊക്കെ വരും. പക്ഷേ എന്താ അറിയില്ല, അവൾക്ക് അവനൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. കോളേജിലെ പല ആൺകുട്ടികളും അവളെ ഒന്ന് അവളോടൊന്ന് സംസാരിക്കാൻ അവളെ ഒന്ന് വളയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ അതൊന്നും അവൾക്ക് ഇഷ്ടമേയില്ല. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതാണ് മുംതാസിന്റെ ശീലം. അതുകൊണ്ട് തന്നെ ചെക്കന്മാർ കുറച്ചധികം ഭയമുണ്ട് അവളോടൊന്ന് ഇടപഴകുവാൻ വേണ്ടിയിട്ട്. പക്ഷേ വളരെയധികം സൗന്ദര്യവതിയാണ്. ആ സൗന്ദര്യമാണെങ്കിൽ അവൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. രാവിലെയാണെങ്കിൽ അവൾ ജിമ്മിന് പോകും. അത് കഴിഞ്ഞ് തൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇടയ്ക്കിടെ ബ്യൂട്ടി പാർലറിലും അങ്ങനെയൊക്കെ ആയിട്ടാണ് അവൾ നടക്കാറുള്ളത്. പക്ഷേ അവളുടെ ബാപ്പ കൊണ്ടുവരുന്ന കല്യാണ ആലോചനകളൊന്നും അവൾക്ക് പറ്റുന്നേയില്ല. ആ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. ഷമ്മാസ് വീട്ടിലെത്തി. ഷമ്മാസ് വിചാരിച്ചു, അല്ലെങ്കിലും എന്തിനാണ് അവൾ ആ ഫോൺ അവിടെ വെച്ച് പോയത്? അതാരെങ്കിലും മറക്കോ? ഇനിയിപ്പോൾ ഫോൺ മറന്നാൽ തന്നെ പെട്ടെന്ന് അത് തിരിച്ചു വാങ്ങാൻ വേണ്ടി വരും. പക്ഷേ അവൾ അതുവരെ വന്നില്ല. ഇനിയൊരു പക്ഷേ നമ്മളെങ്ങാനും കൊണ്ടുപോയി കൊടുക്കാനായിട്ടാണോ അവളവിടെ വെച്ചിട്ട് പോയത്? എനിക്കറിയില്ല. മോനെ, എന്താടാ ആലോചിച്ചിരിക്കണത്? ഉമ്മ പറഞ്ഞു. ഹേയ് അതുമ്മ, ഇന്നത്തെ ഒരു സംഭവത്തെക്കുറിച്ച് ആലോചിച്ചാണ്. എന്താടാ സംഭവം? അല്ലേ, അവിടെ പുതിയ കോളേജിൽ ന്യൂ അഡ്മിഷൻ വന്നിട്ടുണ്ടേ. അതായത് ഇപ്പോൾ ന്യൂ ബാച്ചാണല്ലോ, കഴിഞ്ഞ ബാച്ച് കഴിഞ്ഞു, ഇപ്പോൾ ന്യൂ ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. അതിലൊരു പെണ്ണുണ്ട്, ഇന്നലെ വന്നിട്ട് അങ്ങോട്ട് ഷോപ്പിലേക്കൊക്കെ വന്ന് അങ്ങനെ ഒരുപാട് സംസാരിച്ചൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വലിയൊരു ആഡംബര കാറിലൊക്കെ വന്ന് ഇറങ്ങി നമ്മുടെ ഷോപ്പിലൊക്കെ കേക്ക് കട്ട് ചെയ്ത് വിതരണം ചെയ്ത്, പിന്നെ അതിന് ശേഷം അവിടെ ഒരു ഫോണ് വിലപിടിപ്പുള്ള അത്യാവശ്യം മൊത്തത്തിലൊരു ഗോൾഡ് കവറിങ് ഒക്കെ ഉള്ള ടൈപ്സിലാണ്. എങ്ങനെയാണ് ഉണ്ടാക്കിച്ചാണോ എന്തോ അറിയില്ല, അതൊക്കെ അവിടെ ഇട്ട് പോയിട്ടുണ്ട്. അതെങ്ങനെ മോനെ, അത് വിറ്റതാണോ? ഹേയ് അല്ലമ്മ, വിറ്റിട്ടും അതൊക്കെ ആര് വാങ്ങാനാണ്? ആർക്കെങ്കിലും വാങ്ങാൻ കഴിയുമോ? എത്ര ലക്ഷമാണ് ഇതിന് പോലും നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല മോനെ. എന്നിട്ട് അതവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അത് മറന്നതാണോ ഇനി കരുതി കൂട്ടി വെച്ചതാണോ അറിയില്ല. മറന്നതാണെങ്കിൽ തിരിച്ചെടുക്കാനുള്ള സമയമായി. കാരണം നമ്മൾ ഫോണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവമാണല്ലോ. കയ്യിൽ നിന്ന് എപ്പോൾ മിസ്സായി കഴിഞ്ഞാലും എന്തൊക്കെ തന്നെ ആദ്യം നോക്കുന്നത് എല്ലാവരും ഫോണായിരിക്കും അല്ലേ. അപ്പോൾ അവൾ അതുവരെ രാത്രി വരെ എത്തിയിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്താണാവോ. മോനെ, തൽക്കാലം അവിടെ വിട്ട് വെച്ചോ, എന്തായാലും വരുമായിരിക്കും, വരുമ്പോൾ അങ്ങോട്ട് കൊടുക്കാലോ. പക്ഷേ അന്ന് മുംതാസ് വീട്ടിലെത്തിയപ്പോൾ ബാപ്പ പറഞ്ഞു, മുംതാസേ, നാളെ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ട്. പിന്നെ നിന്റെ കാര്യത്തിൽ എനിക്ക് സമാധാനമില്ല. എങ്ങനെയെങ്കിലും ഒരാളുടെ കയ്യിലങ്ങോട്ട് ഏൽപ്പിച്ചാൽ സുരക്ഷിതമായല്ലോ. എനിക്കിപ്പോൾ ആ ഒരു കാര്യത്തിൽ ടെൻഷനുള്ളൂ. എത്രയെത്ര ആലോചനകൾ വന്നിട്ടും നീ എന്താ ഇതെല്ലാം തട്ടിത്തെറിപ്പിച്ച് കളയുന്നത്? എന്താ നിൻ്റെ മനസ്സിലെ ഉദ്ദേശം? ബാപ്പ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? എന്താ കുഴപ്പമൊന്നുമില്ല. എന്തേ? അപ്പോഴേ എനിക്കനുസരിച്ചൊരു ഭർത്താവിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരുപാട് പണം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ സ്വത്തുണ്ടായിട്ടോ ആഡംബരങ്ങളുണ്ടായിട്ടൊന്നും കാര്യമില്ല. എനിക്ക് ഞാൻ കരുതിയ രീതിയിലുള്ള സൗന്ദര്യം വേണം എൻ്റെ ഭർത്താവിന്. അങ്ങനെയുള്ളവരെയാണ് ഞാൻ ആലോചിക്കുന്നത്. മോളെ, അങ്ങനെ പറയല്ലേ. ഇത് ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പിൻ്റെ മാനേജർ മകനാണ് നാളെ വരുന്നത്. അപ്പോൾ നീ ജസ്റ്റ് ഒന്ന് എന്തായാലും ഞാൻ പറഞ്ഞു പോയില്ലേ, അപ്പോൾ അവരെ നാണം കെടുത്തുന്നത് ശരിയല്ല. അപ്പോൾ വാപ്പ, എനിക്ക് നാളെ കോളേജില്ലേ? നാളെ പോകേണ്ട തൽക്കാലം മോള്. അതെന്താ പാപ്പ അങ്ങനെ പറയുന്നത്? എൻ്റെ ഫോണ് വരെ ഞാനവിടെ മറന്നു വെച്ചിട്ടുണ്ട്, അതെടുക്കാൻ ഞാൻ മറന്നു. മോളെ, നീ എന്തീ പറയുന്നത്? നിനക്ക് ഇഷ്ടം പോലെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇവിടെയും കൊണ്ടിടുകയാണോ? അത് എത്ര ലക്ഷം രൂപയുടെ ഫോണാണെന്ന് നിനക്കറിയോ? ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ദൂർത്തെടുക്കുന്നത് ശരിയല്ലല്ലോ ബാപ്പ. അതൊരിക്കലും നഷ്ടപ്പെടില്ല.
അത് ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല, നീ ആരുടെ കയ്യിലാണ് അത്രയ്ക്കും വിലപിടിപ്പുള്ള ആ ഫോണ് കൊടുത്തത്? ഫോണ് കൊടുത്തതല്ല, അവിടെ ഞാൻ വെച്ചതാണ്. എന്താ മോള് നീ ഇങ്ങനെ? ബാപ്പ, ചെറിയൊരു പരീക്ഷണം കൂടിയാണ് ഞാനിവിടെ നടത്തുന്നത്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഭർത്താവിൻ്റെ സ്വഭാവം അതെനിക്കൊന്ന് അറിയണം. അതിനു വേണ്ടിയിട്ട് തന്നെ. മോളെ, അപ്പോൾ നീ അതൊക്കെയുണ്ട് ബാപ്പ. മോളെ, എന്തായാലും വേണ്ടില്ല. നാളെ അവർ വരുമ്പോൾ നീ ഒഴിഞ്ഞു മാറരുത് ഒരിക്കലും. നീ ജസ്റ്റ് ഒന്ന് നിന്ന് കൊടുക്കെങ്കിലും വേണം, നിനക്ക് ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും. ദയവായി. പാപ്പയുടെ സംസാരത്തിന് മുമ്പിൽ മുംതാസിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. അവൾ ഉമ്മയുടെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു, ഉമ്മ, എന്തിനാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങൾക്ക് ഉപ്പ എന്നെ നിർബന്ധിക്കുന്നത്? മോളെ, അത് സാരല്ല. അവർ ഏതോ ഒരു വലിയ കമ്പനിയുടെ മാനേജറൊക്കെയാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് നിന്ന് കൊടുത്താൽ മതി. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിലും മതി. ഉമ്മ, ഇതൊന്നും ശരിയല്ല കേട്ടോ. ആ മോളെ, നിനക്ക് ഉപ്പ നിൻ്റെ ബർത്ത്ഡേ ആയിട്ട് എന്തൊരു ഗിഫ്റ്റ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് നീ കണ്ടോ? ഇല്ല, അതിനു മുമ്പായിട്ടല്ലേ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പം ഞാൻ അതിനൊന്നും പോയിട്ടില്ല. പെട്ടെന്ന് ഉപ്പ ഏതാ അവളുടെ മുമ്പിലേക്ക് വരുന്നു. അവൾക്ക് വേണ്ടി അതാ ഒരു കീ സമ്മാനിക്കുന്നു. ബാപ്പ, ഇത് ഞാൻ ഇഷ്ടപ്പെട്ട ആ കാറല്ലേ? അതേ മോളെ, എൻ്റെ മോള് ചോദിച്ചാൽ ഞാൻ എന്തും തരും, നിനക്കറിയാലോ. അതുകൊണ്ട് നിൻ്റെ ബാപ്പ പറയുന്നത് കുറച്ചൊക്കെ നീ ഒന്ന് അനുസരിക്കണം. അതായിരിക്കും നല്ലത്. അവൾ പെട്ടെന്ന് തന്നെ ആ കാർ ലോക്ക് തുറന്ന് അതിൽ ജസ്റ്റ് കയറിയിരുന്നു. ഔഫ്, അടിപൊളി ബാപ്പ, താങ്ക്സ്. മോളെ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അറിയാൻ അല്പം വൈകിപ്പോയി. കാരണം മറ്റൊന്നുമല്ല, നിന്നോട് പറഞ്ഞപ്പോൾ തന്നെ നീ ദേഷ്യത്തിലായിരുന്നു. അവൾ അവളുടെ ബാപ്പയെ കെട്ടിപ്പിടിച്ചു. അത് കണ്ട് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പടച്ചോനെ, എൻ്റെ മോൾക്ക് ഒരു നല്ല ചെക്കനെ കൂടി കിട്ടിയാൽ മതിയായിരുന്നു. എന്നാലേ ബാപ്പാക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഒരുപാട് സ്വപ്നങ്ങൾ നിറഞ്ഞ ആ രാത്രിയിൽ മുംതാസ് കിടക്കുകയാണ്. അവളുടെ ആ വിശാലമായ ബെഡ്റൂമിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആ ഒരു കട്ടിലിൽ പെട്ടെന്ന് അവിടുത്തെ വേലക്കാരി വന്നു. മോളെ, എന്തെങ്കിലും വേണോ? ഹേ, നോ താങ്ക്സ് എന്ന് പറഞ്ഞു. എന്നാൽ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? ഓക്കെ. അവൾക്ക് ആ വീട്ടിൽ എല്ലാത്തിനും പരിചാരികയാണ്. അത്രക്കും നല്ല രീതിയിലാണ് അവളുടെ ജീവിതം. എന്നാൽ അവളുടെ മനസ്സിൽ കടന്നുകൂടിയ ആ ഒരു മുഖം അത് മറ്റാരുടെയും അല്ലായിരുന്നു. നാളെ എന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ഏതൊരു വലിയ കമ്പനിയുടെ മാനേജറോ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഹോ, ഇനി അവരുടെ മുമ്പിലും എനിക്കാവില്ല. ബാപ്പ എന്തിനാ എന്നോട് ചോദിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരുന്നത്? എനിക്ക് താല്പര്യമേ ഇല്ല ഒരാളുടെ മുമ്പിലും ഇങ്ങനെ പോയി നിൽക്കുവാൻ വേണ്ടിയിട്ട്. എന്തപ്പോൾ ഇത്രയ്ക്കും വലിയ ഭാരമായിട്ടാണോ എനിക്ക് ചില സങ്കല്പങ്ങളുണ്ട്. ഒന്നുമില്ലെങ്കിൽ എൻ്റെ സൗന്ദര്യത്തിനനുസരിച്ച് ഒരാളെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാനത് കണ്ടു. ആ ഒരാളെ, സത്യം പറഞ്ഞാൽ ഈ ദുനിയാവിൽ ഇത്രയൊക്കെ നടന്നിട്ടും അങ്ങനെ ഒരു സുന്ദരനെ ഞാൻ ഇതുവരെ കണ്ടില്ല. എനിക്ക് പറ്റിയ ഒരാൾ. അതെ, നല്ല തലയെടുപ്പ്, നല്ല മസില്, നല്ല ശബ്ദം, നല്ല മുഖഷേപ്പ്, നല്ല കളറ് എല്ലാം കൂടി ആയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയത് ആ ചെക്കനാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഷമ്മാസിനെ കുറിച്ചായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത്. അവൾക്ക് ആ രാത്രി ഉറക്കം വരുന്നില്ലായിരുന്നു. എനിക്ക് ബാപ്പയോടെല്ലാം തുറന്നു പറയണം. ബാപ്പ, എൻ്റെ പൊന്നു ബാപ്പ, എൻ്റെ ഇഷ്ടങ്ങൾക്ക് മാത്രം നിൽക്കുള്ളൂ എന്ന് എനിക്കറിയാം. എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഇതുവരെ സാധിച്ചു തന്നിട്ടേ ഉള്ളൂ. ഇപ്പോഴിതാ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വാഹനമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി അതിൽ കോളേജിൽ പോവാലോ. എൻ്റെ ബാപ്പാക്ക് എന്നോട് ഒത്തിരി സ്നേഹമാണ്. പക്ഷേ ഈ കാര്യം ഒന്ന് പറഞ്ഞു നോക്കണം. അതുമാത്രമല്ല, ബാപ്പയോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെക്കനോടൊന്ന് ചോദിക്കണ്ടേ? ചെക്കന് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ? ഹേയ്, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. എന്നെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല. എത്രയോ ചെക്കന്മാർ ആണുങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിക്കാഹിൻ്റെ കാര്യമൊക്കെ. പക്ഷേ അതെല്ലാം ഞാൻ തള്ളി മാറ്റിയിരുന്നു. കാരണം എനിക്ക് എന്താ കുഴപ്പം? എനിക്ക് എല്ലാ രീതിയിലുള്ള സൗന്ദര്യങ്ങളുണ്ട്, ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ളതെല്ലാം. മാത്രമല്ല, എൻ്റെ ശരീരമൊക്കെ ഞാൻ ഒന്നും കൂടി ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് എന്നും രാവിലെ ജിമ്മിൽ പോകും. കാരണം വീട്ടുജോലികളും അതൊന്നും ഇല്ലല്ലോ, കാര്യമായിട്ട് ചെയ്യാനുള്ളത് ഇതൊക്കെ തന്നെയല്ലേ എന്ന് കരുതിയിട്ട്. എങ്കിലും കുഴപ്പമില്ലാത്ത ശരീരമാണ് എൻ്റേത്, സൗന്ദര്യവും. അപ്പോൾ അതിനനുസരിച്ചൊരു ചെക്കൻ, അത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും എനിക്ക് അനുയോജ്യനായത് ഐഷാസ് മൊബൈൽസ് വേൾഡിലെ ഷമ്മാസാണ്. ബാപ്പ അത് സമ്മതിക്കുമോ എന്നൊന്നും അറിയില്ല. എങ്കിലും ജസ്റ്റ് ഒന്ന് വാശി പിടിച്ച് നോക്കണം. അവൾ ഷമ്മാസിനെ കുറിച്ചുള്ള ആ സ്വപ്നത്തിൽ അതാ ഉറങ്ങുകയാണ്. എന്നാൽ ഈ സമയം ഷമ്മാസിൻ്റെ റൂമിൽ അവൻ ഫോൺ എടുത്തു നോക്കി. തൻ്റെ ഹിജാബി ഓൺലൈനിലുണ്ട്. ഒരു നിമിഷം അവൻ മെസ്സേജ് അയച്ചു. ഹായ് ഹിജാബി,
ഷമ്മാസിൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ അവൾ ശരിക്കും സന്തോഷിച്ചു. ഷമ്മു എവിടെ? ഒരു വിവരമില്ലല്ലോ. ഹിജാബി, സുഖമല്ല നിനക്ക്? ഇപ്പോൾ പഴയ പോലെ അങ്ങോട്ട് കാണാൻ കഴിയുന്നില്ലല്ലേ? അത് ഹിജാബി, ഞാൻ കരുതി കൂട്ടി മാറി നിൽക്കുകയാണ്. എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പോഴേക്കും എൻ്റെ ജ്യേഷ്ഠൻ അവിടെ എത്തിയിട്ടുണ്ട്. 1-2 തവണ ഞാൻ കണ്ടു. ഇനിയും അത് തുടർന്നാൽ ഹിജാബി. ഷമ്മാസ്, ശരിയാണ്, എൻ്റെ ആദ്യ ഭർത്താവ് നിങ്ങളുടെ ഇക്ക അതെ എൻ്റെ പിന്നാലെ 1-2 തവണ നടന്നിട്ടുണ്ട്. ഇനി എവിടെ നിന്നെങ്കിലും കാണാതെ നോക്കുന്നുണ്ടോ എന്നെനിക്കറിയുന്നില്ല. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. എന്നോട് പറഞ്ഞത് എന്താണെന്നോ? എന്താ ഹിജാബി പറഞ്ഞത്? എന്താണ്? ഞാൻ നിന്നെ ഒരു തലാക്ക് മാത്രമേ ചൊല്ലിയിട്ടുള്ളൂ. 3 ചൊല്ലിയാലേ ശരിക്കത് ഒഴിവാവുള്ളൂ. അതുകൊണ്ട് നസീബ, നീ എപ്പോഴും എൻ്റെ ഭാര്യ തന്നെയാണ്. നിന്നെ ഞാൻ സ്വീകരിക്കട്ടെ എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല ഒരിക്കലും ഇനി അങ്ങനൊരു ജീവിതം. അത് ഞാൻ പാടെ എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞതാണ്. പ്ലീസ് എൻ്റെ ഷമ്മാസ്, അത് എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതാക്കണം. ഉമ്മയോടൊന്ന് പറഞ്ഞ് അതൊന്ന് ഒഴിവാക്കി തരുമോ? എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. അവളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഷമ്മാസിന് സങ്കടമായി. എന്താ ഇക്ക ഇങ്ങനെ ചെയ്യുക? ഇക്ക അതൊക്കെ ഒഴിവാക്കി ഇട്ടെറിഞ്ഞ് പോയതല്ലേ, പിന്നെ എന്താ എൻ്റെ ഇക്ക ഇങ്ങനത്തെ സ്വഭാവം അയക്കണ്? പഠിച്ചോനെ, ഇക്കൊക്കെ എന്ത് പറ്റി? ആ പഴയ ബന്ധങ്ങളൊക്കെ തുടർന്നാൽ മതിയായിരുന്നു. എന്നാലും ഇവൾക്ക് ഇത്ര ടെൻഷൻ ആവില്ലായിരുന്നു. ഹിജാബി, നീ വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നീ എന്നെ മറന്നിട്ടില്ലല്ലോ. നിൻ്റെ ഇക്ക, സോറി, നിൻ്റെ ആദ്യ ഭർത്താവ് നിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുമ്പോൾ നിൻ്റെ മനസ്സ് മാറുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഷമ്മാസ്, ഹേയ്, ഒരിക്കലുമില്ല. ഇവൾ ചതിക്കുന്നവളല്ല. ഒരാളെ ഞാൻ ചതിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. എന്നെയാണ് എല്ലാവരും ചതിച്ചിട്ട് പോയത്, അല്ലാതെ ഒരാളെയും. ഞാൻ എൻ്റെ നിക്കാഹ് കഴിഞ്ഞ അന്ന് മുതൽ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പൊന്നുപോലെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്നത്. പക്ഷേ എന്നോടുള്ള സ്വഭാവം കാര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് അതാണ് എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്. എനിക്കറിയാം ഹിജാബി, എല്ലാം എനിക്കറിയാം. നീ ഒരാളെയും ചതിച്ചിട്ടില്ല, ശരി തന്നെയാണ്. എൻ്റെ പെണ്ണിനെ അള്ളാഹു രക്ഷിക്കും, നോക്കിക്കോ. എന്തൊക്കെ തന്നെയായാലും എൻ്റെ പെണ്ണ് മുറുകെ പിടിക്കണം. അത് മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ ഷമ്മാസിനെ മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു ചിന്ത നീ മുറുകെ പിടിക്കണം. അതിൽ നിന്ന് അല്പം തെന്നി മാറുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല ഹിജാബി. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിന്നെ. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി കയറിയ വന്ന പെണ്ണ് നീ മാത്രമാണ്. അതുകൊണ്ടൊരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല. നീ എന്നെ കൈവിടരുത് പ്ലീസ്. ഷമ്മാസിൻ്റെ ആ ദയനീയമായ വാക്കുകൾ കേട്ട് ഹിജാബി കരഞ്ഞുപോയി. ഷമ്മാസ്, ഇല്ല, ഒരിക്കലുമില്ല. വിവാഹം കഴിക്കുകയാണെങ്കിൽ, എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് ഷമ്മാസിനോടത്തായിരിക്കും. അല്ലാതെ ഒരിക്കലും മറ്റൊരാൾ എത്രയൊക്കെ തന്നെ എൻ്റെ പിന്നിൽ നടന്നാലും എന്തൊക്കെ തന്നെ ചെയ്താലും ഞാൻ വീഴില്ല. എൻ്റെ മനസ്സ് ഒരിക്കലും പതറില്ല ഷമ്മാസ്, നീ വിഷമിക്കരുത്. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. ഷമ്മാസ്, പിന്നെ ഞാൻ അതാ ഉമ്മ വന്ന് നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സേബ, എന്താ ഇവിടെ ഒരു വെളിച്ചം ഈ സമയത്തായിട്ടും? കിടന്നിട്ടില്ലേ? ആ ഓടിൻ്റെ വീടിൽ അപ്പുറത്തേക്ക് ശരിക്കും വെളിച്ചം കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മ വിളിച്ചു നോക്കുന്നു. അവളൊന്നും അറിയാത്തതുപോലെ ഫോൺ കമിഴ്ത്തി വെക്കുന്നു. ഉമ്മ, എന്താണ്? അല്ലേ, എന്ത് ഫോണിൻ്റെ വെളിച്ചം എന്നാണ് ചോദിക്കണത്? ഇപ്പോഴും ഉറങ്ങാനായിട്ടില്ലേ? സമയം എത്ര ആയിപ്പത്? 12 മണിയായി തുടങ്ങി. എന്തിപ്പോൾ ഫോൺ എടുത്ത പരിപാടി? പിന്നെ കോളേജിൽ പോണ കുട്ടിയാണ്, പലരും അതും ഇതും വഴിയെന്നൊക്കെ പറയാനും ഇതിനൊക്കെ ഉണ്ടാവും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. പിന്നെ നമ്പർ തരാനും ഒരുപാട് ആൾക്കാരുണ്ടാവും, അതൊന്നും എടുക്കരുത്. പിന്നെ ഈ ഇപ്പോഴും ഞങ്ങൾക്ക് ചെറിയ കുട്ടി തന്നെയാണ്, കാര്യം MBBSന് പഠിക്കൊക്കെ തന്നെയാണ്. പക്ഷേ തെറ്റാർക്കും പറ്റും. അതുകൊണ്ട് എൻ്റെ പഴയ ബന്ധം ഉള്ളതൊന്നും മറക്കണ്ടിട്ടേ. എനിക്ക് വേണ്ടി ഒരാളവിടെ കാത്തിരിക്കുന്നുണ്ട്. അതിപ്പോൾ ഇന്നോ നാളെ വിചാരിച്ച് നിൽക്കുകയാണ്. എന്താ അറിയില്ല, പഠിച്ചവൻ്റെ വിധി ഇങ്ങോട്ട് അടുത്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് പോവുകയാണത്. ഈ പൈമൊരു മാറ്റമൊന്നും വേണ്ട, അതിനുണ്ട് ഉറപ്പിക്കുക. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൊഞ്ചി കൊഴിഞ്ഞ് പറഞ്ഞു വിചാരിച്ചിട്ട് അതിലൊന്നും വീഴാനും നിൽക്കണ്ട. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ ഉമ്മ എന്തിനെ ഉറക്കനെ വിളിച്ച് പറയുന്നത്? ഈ മക്കളൊക്കെ ഉണരൂലേക്ക് കേൾക്കൂലേ? ഉമ്മ രാത്രിയിൽ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. അവൾക്ക് ദേഷ്യം വന്നു.
പിറ്റേന്ന് രാവിലെ തന്നെ സുബഹി കഴിഞ്ഞ് അവൾ അടുക്കളയിലേക്ക് ഇറങ്ങിയപ്പോൾ ഉമ്മയും വന്നു. അല്ല മോളെ, ഇന്നലെ എന്തേനാ നട്ടപ്പാതിരാക്കൊക്കെ ഇങ്ങനെ വെളിച്ചം കണ്ടിട്ട് എൻ്റെ ഫോണിൽ? എന്നോട് ഞാൻ പറഞ്ഞിക്കണില്ലേ ഈ രാത്രി ഒന്നും ഫോൺ എടുക്കരുത് എന്നുള്ളത്? എന്താ പിന്നെയും തുടങ്ങിയപ്പോൾ ഇതൊക്കെ? മറ്റേതൊന്നും പറ്റണ്ടില്ലാതായിരുന്നു ഉമ്മ. അത് ഒരു മെസ്സേജ് എന്താ നെറ്റ് ഓഫാക്കിയ മെസ്സേജ് വരൽ തുടങ്ങിക്കണോ? ഈ ഇന്ന അങ്ങനെ പൊട്ടത്തേക്കല്ലേ? കിടക്കുമ്പോൾ തന്നെ 10 മണിയായി പിന്നെ നെറ്റൊക്കെ ഓഫാക്കി കിടക്കണേ. അത്യാവശ്യമുള്ളവർ എൻ്റെ ഫോണിലേക്ക് വിളിക്കും, അല്ലാതെ ആ നേരത്തൊക്കെ മെസ്സേജ് അയക്കലും ഒക്കെ നടക്കുന്ന കാര്യമല്ല കേട്ടോ. ഇതാണ് പറഞ്ഞത്, മക്കൾ ഒരാളെ കയ്യിലാണ്ട് ഏൽപ്പിച്ച് കൊടുത്താൽ സമാധാനമായിരുന്നു. ഇതിപ്പോൾ ഒരാളെ കയ്യിലാണെങ്കിൽ ഏൽപ്പിക്കാനും പറ്റിയില്ല, എന്നാലറ്റേ അതാണ് ഇപ്പോൾ സമാധാനക്കേട്. എന്നാൽ റാഹത്തോട് കൂടി ഒന്ന് കിടന്നുറങ്ങേനു. ഇതിപ്പോൾ ഈ പ്രായം പെൺകുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോഴേ സത്യം പറഞ്ഞാൽ സമാധാനമില്ല. ഞാൻ കാര്യമാണ് പറയണത്. വേണ്ട് ആ ചങ്ങായിക്കൊന്ന് വന്ന് നിക്കാഹാണ്ട് കഴിച്ചു കൊണ്ടേക്കണമെങ്കിൽ ഒരു റാഹത്തായിരുന്നു. ഷമ്മാസിനെ കുറിച്ചാണ് ഉമ്മ പറയുന്നത് എന്ന് കേട്ടപ്പോൾ ശരിക്കും നുസൈബയുടെ മനസ്സൊന്ന് സന്തോഷിച്ചു. ഭാഗ്യം, അതൊഴിവാക്കിക്കാൻ പറയണമെന്നില്ല. എന്തായാലും പഠിച്ചോനെ. ഉമ്മയുടെ മനസ്സിൽ ഇനി മറ്റുള്ളവരുമായി എങ്ങാനും കമ്പനി ആയിട്ടുണ്ടോന്നോ അങ്ങനെയൊക്കെയുള്ള ഭയമാണ്. അതുകൊണ്ടാണ് ഉമ്മ അങ്ങനെ പറയുന്നത് എന്ന് അവൾ മനസ്സിലാക്കുന്നു. റബ്ബേ, ഈ 7 മണിക്കുള്ള പോക്കൊണ്ട് ശരിക്കും മര്യാദക്കൊരു ചായയും കടിയും കുടിക്കാൻ വരെ നേരമില്ല. സുബിക്ക് നീച്ച് ചോറ് തീമിട്ട് കൂട്ടാനൊക്കെ ഉണ്ടാക്കി ചായയും കടിയൊക്കെ ഉണ്ടാക്കി ഒന്നും ഇങ്ങോട്ട് ഒഴിവുമില്ല. എനിക്കിപ്പോൾ തോന്നുന്നു അവിടെ നിന്ന് അങ്ങോട്ട് പഠിച്ചാൽ മതിയിരുന്നു എന്ന്. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ അത് നുസൈബയുടെ മനസ്സിൽ കൊണ്ടു. ഉമ്മ നിന്ന് പഠിച്ചാൽ നിന്ന് പഠിച്ചാൽ എന്താ, നമ്മൾ വീട്ടുകാർക്ക് കുറച്ച് ദിവസം കാണാൻ പറ്റൂല, എന്നാൽ ആഴ്ച 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വരാമല്ലോ. എന്നാൽ ഈ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും 7 മണിക്ക് പോവുക, വൈകുന്നേരം 6 മണിക്കുണ്ട് എത്തുക. എന്താ മോളെ ഈ പറ്റും ക്ഷീണിച്ചല്ലോ യാത്ര കൊണ്ട്. ഭക്ഷണമില്ല ശരിക്ക്. രാവിലെ ഒന്ന് ചായയും കടി മര്യാദക്കൊന്ന് കുടിക്കാൻ സമയമില്ല. പിന്നെ ഉച്ചക്ക് 2 വറ്റ് തിന്നെങ്കിലായി. പിന്നെ ഇപ്പോൾ വൈകുന്നേരം അപ്പോൾ അതിന് പറ്റി തളർന്നോള്. റബ്ബേ, അവിടെ നിന്ന് അങ്ങോട്ട് പഠിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാകുമ്പോൾ അവിടെ ക്യാൻറ്റീനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ചെയ്യും. എന്നാൽ പിന്നെ നേരത്തെ ഫുഡെങ്കിലും വാങ്ങി കഴിക്കേനു. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ. ഉമ്മക്ക് ഏറ്റവും ഇഷ്ടം അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നത് തന്നെയാണ്. അവളുടെ ഈ ഒരു ഇത്രയധികമുള്ള ലോങ് യാത്ര അത് ഉമ്മാക്ക് ശരിക്കും പറഞ്ഞാൽ ഭയമായിരുന്നു. പഠിച്ചോനെ, യാതൊരു ചതിയിലും പെടുത്തല്ല അല്ലാ. ഒന്നേതായാലും അങ്ങനെയൊക്കെ പെട്ട്, എന്നാലും അത് അന്വേഷിച്ചൊക്കെ നോക്കിയപ്പോൾ സംഭവം ഒക്കെ അറിയണോലുമാണ്, ഒക്കെ റാഹത്തുമാണ്, ഒരു കുഴപ്പമില്ല. പഠിച്ചോനെ, ഇനി അതന്നെ ഉണ്ട് ആകണേ. ഇനി മറ്റു ആരും മനസ്സൊക്കെ കയറി കൂടാഞ്ഞാൽ മതിയായിരുന്നു. അത് മാത്രമുള്ള ചിന്ത. ഉപ്പ അങ്ങോട്ട് വന്ന്, എന്താ അവിടെ ഒരു ഒച്ചപ്പാട്? അല്ലേ, ഞാനിങ്ങനെ ആലോചിക്കുക, നമ്മളെ കുട്ടി 7 മണിക്കാണ് പോവും, 6 മണിക്ക് തിരിച്ചു എത്തി. എന്താ ഇപ്പോൾ അതിനൊരു സ്വസ്ഥത ഉണ്ടോ? പഠനമുണ്ട്, ശരി തന്നെയാണ്, പഠിക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഈ യാത്ര എത്രങ്ങാനുണ്ട്. ഞാൻ പറയാം, ഓളങ്ങൾ അവിടെയാണ് ചേർത്തി, അവിടെ നിന്ന് പഠിക്കാൻ പറയാം, അവിടെ ഹോസ്റ്റലിൽ നിന്നോട്ടെ. എന്തിനാ അത്ര ഗതിയിട്ട് ഇടങ്ങാറായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരുന്നത്? ഒന്നുമില്ല, എത്ര ദൂരമുണ്ട്. അവളെപ്പോലത്തെ എത്രയോ കുട്ടികൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. ഉപ്പാക്കത് കേട്ടപ്പോൾ കുറച്ച് ബേജാറായി. പഠിച്ചോനെ, അങ്ങനെ പെൺകുട്ടികളൊക്കെ നിർത്തി പഠിപ്പിക്കാൻ പാടുണ്ടോ? പൊന്നാരിക്ക, എന്തെങ്കിലും കഥ? ലേഡീസിന് മാത്രമുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടേക്കൊന്നും ഒരു ആൺകുട്ടിക്കും പ്രവേശനം ഉണ്ടാവില്ല. നമ്മളെ മോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോയി വരുന്നേക്കാൾ എത്രയോ നല്ലതാണ് അവിടെ നിന്ന് പഠിക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരണ്ടേ, വല്ലാതെ വന്നാലൊക്കെ പ്രയാസം തന്നെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ബസ്സിൽ കയറലും ഇറങ്ങലും അതൊക്കെ എത്രയൊക്കെ തന്നെയാലും ബുദ്ധിമുട്ട് തന്നെ. അതിനൊന്നും നുസൈബ ഒന്നും മിണ്ടിയില്ല. ഇനിയൊരു പക്ഷേ എതിർത്ത് പറഞ്ഞാൽ, നീ ആരെ കാണാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് പോണത് എന്ന് പറഞ്ഞാൽ അതും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഉപ്പ പറഞ്ഞു, നമുക്ക് ആലോചിച്ച് നോക്കാം. മോൾ എന്നും ഇങ്ങോട്ട് വീട്ടിൽ എത്താൻ അതൊരു സമാധാനം തന്നെയല്ലേ. അന്ത്യം ഉറങ്ങൽ എപ്പോഴും അവനാൻ്റെ പെരയിൽ തന്നെ നല്ലത്. പിറ്റേന്ന് രാവിലെ 7 മണിക്കല്ലേ പോകണുള്ളൂ. ഓൾക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താ, ഓൾക്ക് ക്ഷീണമില്ലെങ്കിൽ പറ്റങ്ങോട്ട് അമാന്താകണമെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ അത്ര ഒരു ക്ഷീണമൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് അറിയായിട്ടാണ് വൈകുന്നേരം വരുമ്പോൾ ഓളാണ്ട് കിടന്നുറങ്ങലല്ലേ. ഓൾക്ക് എന്തിനാ ഒന്ന് കയ്യിലുണ്ടാ? അതൊക്കെയാണ് ശീലയിക്കോളെ, ഓള് വന്ന് പോയിക്കോട്ടെ. അന്നും പതിവ് പോലെ അതാ നുസൈബ 7 മണിയുടെ ബസ്സിന് വേണ്ടി പോകുന്നു. ഷമ്മാസ് അന്ന് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട നുസൈബ ബസ് കയറുന്ന ആ ഒരു ഭാഗത്തേക്ക് ഷമ്മാസ് എത്തിയിരുന്നു. വൈകുന്നേരമാണ് ജ്യേഷ്ഠൻ വരാറുള്ളത്. പക്ഷേ രാവിലെ ജ്യേഷ്ഠൻ എത്തില്ല. നുസൈബയെ കണ്ടപ്പോൾ ഷമ്മാസ് അവളെ അടുക്കലേക്ക് പോയി. പൈസയുണ്ടോ ബസ്സിന് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ദാശ എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഹേയ് വേണ്ട, എല്ലാം ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവളത് സംസാരിക്കുന്നു. രാവിലെ കുറച്ച് സമയം അത് അവളെ ഒന്ന് കാണണം, ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കണം. അത് ഷമ്മാസിന് ഒരാഗ്രഹമാണ്. അത് എപ്പോഴുള്ള വല്ലപ്പോഴൊക്കെ
വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയായാലും ഇക്ക അവിടെ എത്തും ബസ് സ്റ്റോപ്പിൽ. എന്തൊക്കെ തന്നെയായാലും അവളുടെ മനസ്സ് റബ്ബേ മാറാതിരുന്നാൽ മതിയായിരുന്നു. അന്ന് അതാ നുസേബിയെ കണ്ട സന്തോഷം അവളെ സന്തോഷത്തോടെ യാത്രയാക്കി ഷമ്മാസ് തിരിച്ച് ഷോപ്പിലേക്ക് നടക്കുന്നു. ചുറ്റുഭാഗത്തുള്ള ഷോപ്പുകാരും ആരും തുറന്നിട്ടില്ല. അല്ലെങ്കിലും ഇത്ര നേരത്തെ മൊബൈൽ ഷോപ്പും തുറക്കാറില്ല. എങ്കിലും ഷോപ്പ് തുറക്കൽ മാത്രമല്ലല്ലോ, തൻ്റെ ഹിജാബിയെ ഒന്ന് കാണൽ കൂടിയാണല്ലോ ലക്ഷ്യം എന്ന് കരുതിയിട്ടാണ് ഷമ്മാസ് നേരത്തെ വരുന്നത്. അവൻ ഷോപ്പ് തുറന്നു. എന്നാൽ തൻ്റെ ഷോപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് അതാ ഒരു പുതിയ വാഹനം, അതും നല്ല മോഡേൺ ടൈപ്പിലുള്ള വാഹനം വരുന്നു. നേരെ ഷമ്മാസിൻ്റെ ഷോപ്പിൻ്റെ മുമ്പിൽ അത് ബ്രേക്കിട്ടു. ഒരു നിമിഷം ഷമ്മാസ് സ്തംഭിച്ചു നിന്ന് പോയി. റബ്ബേ, ഇതെന്തപ്പോൾ ഇത്ര രാവിലെ തന്നെ ആരാ? അതെ, അതിൽ നിന്ന് ആ പെണ്ണിറങ്ങി വരുന്നു, മുംതാസ്. വളരെയധികം പരിമളം പരത്തിക്കൊണ്ട് അവളതാ ഷോപ്പിലേക്ക് കയറി ആ ഡോറ് തള്ളി തുറക്കുന്നു. ഷമ്മാസ്, അപ്പോൾ ഇത്ര നേരത്തെ ഷോപ്പ് തുറക്കുമോ? ആ, തുറക്കാറുണ്ട്. നിങ്ങളുടെ അതെ, എൻ്റെ ഫോണ് ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയി. അത് നഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ കൈകളിലല്ലേ, അത് സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഷമ്മാസ്, ഇവിടെ ഏതാണ് ന്യൂ ഫോൺ ഏത് വന്നിട്ടുള്ളത്? iPhone 60 ഒക്കെ ഇറങ്ങിയല്ലേ? പിന്നെ ഇപ്പോൾ ഏതാണ് എനിക്ക് പറ്റിയ? iPhone 60 ഉണ്ട്, പിന്നീട് ഒന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. അത് 60 Pro Max? യെസ്, അതൊന്ന് വേണം. അവളുടെ ഇന്നലെ മറന്നു വെച്ച ആ ഫോൺ എടുത്തുകൊണ്ട് ഷമ്മാസത അവളുടെ നേരെ നീട്ടുന്നു. ദാ, ഇത് നിങ്ങളുടെ ഫോണ്. നോ താങ്ക്സ്, അതവിടെ നിൽക്കട്ടെ. തൽക്കാലം ഞാനത് പിന്നീട് വന്നെടുത്തോളാം. ഇപ്പം എനിക്ക് ഒരു ന്യൂ ഫോണാണ് വേണ്ടത്, അതവിടെ നിൽക്കട്ടെ. ഷമ്മാസ് വിചാരിച്ചു, എന്തിനപ്പോൾ അവളുടെ ഇത്രയ്ക്കും വിലപിടിപ്പുള്ള ഈ ഒരു ഫോൺ ഇവിടെ വെക്കുന്നത്? എനിക്കത് മനസ്സിലായില്ല. അതിന് കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുള്ളത്, അതുകൊണ്ട് ഇവിടെ നിൽക്കട്ടെ, ഞാൻ വരാട്ടോ. പിന്നെ ഷമ്മാസിൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? ഷമ്മാസിൻ്റെ വിശേഷങ്ങളെല്ലാം അവൾ ചോദിച്ചറിയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഷമ്മാസും അവളും മാത്രം ആ മൊബൈൽ ഷോപ്പിൽ ഒറ്റപ്പെട്ട ഒരു ഫീല്. അവനക്ക് ശരിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. റബ്ബേ, ഇത്രയ്ക്കും നേരത്തെ ഞാൻ കട തുറന്നു, പക്ഷേ ഒരിക്കലും ഞാൻ ഇവളുടെ ഈ വരവ് പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാണെങ്കിൽ അല്പം വൈകി. ഷമ്മാസ് എന്ന് പറഞ്ഞുകൊണ്ട് അവളതാ വിളിക്കുന്നു. ഇതെങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഫോൺ എടുത്തുകൊണ്ട് അവളുടെ നെഞ്ചോട് ചേർത്ത് ഇരിക്കുന്നു. എന്നെ ഒരു ഫോട്ടോ എടുക്കോ ദാ ആ ഫോണിൽ എന്ന് പറഞ്ഞ് അവളതാ മോഡലായി നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ എന്ത് ചെയ്യണം എന്ന് പറയണം എന്നറിയുന്നില്ല. ഈ ഒരു കാഴ്ച പുറത്തുള്ള ആരെങ്കിലും കണ്ടാൽ തന്നെ പഠിച്ച റബ്ബേ എന്നെ തെറ്റിദ്ധരിക്കും എന്ന് അവനക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ സമയത്താണെങ്കിൽ അങ്ങാടിയിൽ ആളുകളൊന്നും എത്തിത്തുടങ്ങിയിട്ടുമില്ല. പക്ഷെ ഇത്ര രാവിലെ തന്നെ ഒരു കാറിൽ ഒരു പെണ്ണ് തനിച്ച്, അതും തൻ്റെ ഷോപ്പിൽ ഞാനും അവളും മാത്രം. ആ ഒരു കാഴ്ച ആരുടെയും കണ്ണിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ പരത്തുമെന്നുള്ള കാര്യം ഷമ്മാസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ മാക്സിമം പെട്ടെന്ന് പറഞ്ഞേക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് മാഡം, എൻ്റെ സ്റ്റാഫ്സ് ഇപ്പോൾ വരും കുറച്ച് കഴിഞ്ഞാൽ. അവർ വന്നിട്ട് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളതൊക്കെ എടുത്തു തരും. ഇപ്പോൾ ജസ്റ്റ് തുറന്നിട്ടേ ഉള്ളൂ, ഞാൻ ഒന്നും ബിസിനസ്സിന് ആയിട്ടില്ല. ഹേ ഷമ്മാസ്, നോ താങ്ക്സ്. അതിനെന്താ, കുഴപ്പമില്ലല്ലോ, ജസ്റ്റ് മോഡൽസ് ഒന്നും നോക്കല്ലേ, നോ പ്രോബ്ലം. എന്തൊക്കെ തന്നെയായാലും ഇന്ന് ഞാൻ ക്ലാസ്സിലേക്ക് വരുന്നില്ല. അതിനു മുമ്പായിട്ട് എൻ്റെ ഫോണൊന്ന് എടുക്കുവാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ കൊണ്ടുപോയിക്കൂടെ? ഷമ്മാസ് ചോദിച്ചു. അല്ല, അത് വേണ്ട, തൽക്കാലം ഒരു ന്യൂ ഫോൺ നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇത്ര നേരത്തെ ഷോപ്പ് തുറക്കുന്നത് ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവളുടെ ആ സംസാരം ശരിക്കും ഷമ്മാസിന് കുറച്ച് ഭയമുള്ളതാക്കി. ഇപ്പോഴതാ ഷമ്മാസിൻ്റെ സ്റ്റാഫ് കടന്നു വരുന്നു. ഒരു നിമിഷം ഇത്രയും നേരത്തെ ഷമ്മാസും ആ ഒരു പെണ്ണും സ്റ്റാഫിൽ നിൽക്കുന്നത് കണ്ട് അവൻ ശരിക്കും ഞെട്ടി. ബോസ്, ഇത്ര നേരത്തെ നിങ്ങൾ എത്താറുണ്ടോ? അല്ല, അത് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അർത്ഥവത്തായി ഒന്ന് മൂളിക്കൊണ്ട് ചിരിച്ച് അകത്തേക്ക് പോയി. അങ്ങനെയല്ല, അത് ഒന്നും പറയണ്ട, അവൻ എടുത്തു തരും കേട്ടോ നിങ്ങൾ ചോദിച്ച രീതിയിൽ. എന്തിനാ ബോസേ, അതൊക്കെ നിങ്ങൾ എടുത്തു കൊടുത്തില്ലേ, പിന്നെ എന്തിനാ? അവൻ ചിരിച്ചുകൊണ്ട് ഷമ്മാസിൻ്റെ പുറത്തൊന്ന് തട്ടി. ഹേയ് നോ, അങ്ങനെയൊന്നുമില്ല കേട്ടോ, നീ തെറ്റിദ്ധരിക്കരുത് എന്ന് ഭാവത്തിൽ അതാ ഷമ്മാസ് അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളതാ ഇറങ്ങിപ്പോകുന്നു. അപ്പോഴാണ് ഷമ്മാസിന് ആശ്വാസമായത്. ഇനി എന്തൊക്കെ പുലിവാലാണോ റബ്ബേ ഉണ്ടാവുക, ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയാൽ പിന്നെ അത് മതി. അവൾ പെട്ടെന്ന് തന്നെ കാർ ഓടിച്ചുകൊണ്ട് പോയി.
ഷമ്മാസിൻ്റെ സ്റ്റാഫ് ചോദിച്ചു. അല്ല, ഇതിപ്പോൾ എപ്പോൾ വന്നു കൂടിയതാണ് രണ്ടുപേരും? അവൻ ചിരിച്ചുകൊണ്ട്, എടാ നീ ഒന്നും തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ, അങ്ങനെയൊന്നുമില്ല. അത് അവളുടെ ഫോണ് മറന്നു വെച്ചു എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ബോസ് ഇത്ര നേരത്തെ എത്താറില്ലല്ലോ, ഇതെന്ത് പറ്റി? രണ്ടുപേരും ഒരേ ടൈമിന്? നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഷമ്മാസ് അവനെ ജസ്റ്റ് ഒന്ന് തട്ടി. അപ്പം പിന്നെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഒന്നാണല്ലേ. ഹിജാബിയൊക്കെ പോയിപ്പോൾ. എന്തൊക്കെയായിരുന്നു ഹിജാബി? നടക്കട്ടെ നടക്കട്ടെ. ഇപ്പോഴാ അതിനേക്കാളും വലിയ സുന്ദരിയും കോടീശ്വരിയൊക്കെ വന്നപ്പോൾ പഴയതൊക്കെ ഒന്ന് മറന്നുല്ലേ. എടാ മോനെ, ഞാൻ നീ വിചാരിച്ച ആളല്ല. ഒരിക്കലും ഞാൻ ആരെയും ചതിക്കില്ല. എനിക്ക് അവളെന്നും എൻ്റെ ഹിജാബി, അവൾ മാത്രമാണ് എൻ്റെ പെണ്ണ്. അല്ലാതെ മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും ബോസേ, കണ്ണകന്നാൽ കൽബകലും എന്നാണല്ലോ. അതാണ് ഇവിടെ സംഭവിച്ചത്. അവൾ അകന്നു പോയപ്പോൾ ഇതാ മറ്റൊരുത്തി വന്നു, കൽബകന്നു. ഇനിയിപ്പോൾ ഇവളോടൊപ്പം ആയിരിക്കുമല്ലോ. ആയിക്കോട്ടെ. എടാ പ്ലീസ് അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഷമ്മാസ് അവനോട് പറയുന്നു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.